എപ്പോഴും വാട്സപ്പിനകത്തെ പുതിയ ഫീച്ചറുകളെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യാറ്. എന്നാൽ ഇത്തവണ വാട്സപ്പിനകത്തെ ഉപകാരപ്രദമായ 5 ഫീച്ചറുകളെ കുറിച്ച് സംസാരിച്ചാലോ? ഞാൻ ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പിനകത്ത് വന്നിട്ട് വർഷങ്ങളേറെയായി കേട്ടോ. എങ്കിലും അതിൽ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകാം, അതുപോലെ ചിലതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകാം, ചിലതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഴയ ഫീച്ചറുകളല്ലേ എന്നുള്ള കമന്റിന് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. കാരണം ഇതൊക്കെ പഴയ ഫീച്ചറുകളാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോ വാട്സപ്പിന്റെ പഴയ ഫീച്ചറുകളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ മറന്നുപോയ 5 ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ ലിസ്റ്റിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളിപ്പോൾ ഇതുപോലെ യൂട്യൂബ് വീഡിയോ അല്ല സിനിമയോ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ആരെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പോപ്പപ്പ് വരും. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇതുപോലെ ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അവരെന്താണ് മെസ്സേജ് അയക്കുന്നത് എന്ന് ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ മെസ്സേജ് ഇങ്ങനെ കാണിക്കേണ്ട, ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷനിൽ മാത്രം വന്നാൽ മതിയെങ്കിൽ അതിനായിട്ട് ആദ്യം ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ താഴെയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇത് മാത്രം ഓഫ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ ഇതുപോലെ തന്നെ മുകളിൽ നോട്ടിഫിക്കേഷൻ വരും. അതും കൂടി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഗ്രൂപ്പിൻ്റെതായിട്ട് തന്നെ കാണാം, ജസ്റ്റ് അതിൻ്റെ സ്വിച്ച് കൂടി നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള പഴയ രണ്ടാമത്തെ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ആരെങ്കിലും ഒരു ചിത്രം അയച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ, അതിപ്പോൾ വ്യക്തികളുടെ ഫോട്ടോ ആയാലും ഇതുപോലെ ഫോണോ മറ്റെന്തെങ്കിലോ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വോയിസ് ആയിട്ട് അയക്കണമെന്നില്ല. അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരയച്ച ചിത്രത്തിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്തുണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അവരയച്ചു തന്ന ചിത്രം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ വരും. എന്നിട്ട് നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളിവിടെ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് അടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തതെന്ന് അവർക്ക് മാർക്ക് സഹിതം പോകുന്നതാണ്. അപ്പോൾ അവർക്ക് അതിലൂടെ നമ്മൾ എന്താണ് സെലക്ട് ചെയ്തതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പിനകത്ത് വന്ന പഴയ മൂന്നാമത്തെ അപ്ഡേറ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ചെയ്യുകയൊക്കെ ചെയ്തു. ഓക്കെ, പ്ലേ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ പിന്നീട് മറുപടി കൊടുക്കാമെന്ന് കരുതി ബാക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഓൾറെഡി മെസ്സേജ് ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ അവർ മെസ്സേജ് അയച്ച കാര്യം ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിക്കില്ല. അപ്പോൾ ഇനിയും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് മറുപടി അയക്കാനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്തുണ്ട്. അതിനായിട്ട് ചെയ്യേണ്ടത് ആ മറുപടി അയച്ചയാളെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വലതു ഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ആസ് അൺറീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രീൻ ഡോട്ട് വന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ പിന്നീട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഗ്രീൻ ഡോട്ട് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഓക്കെ ഇയാൾക്ക് നമ്മൾ മറുപടി കൊടുക്കാനുണ്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതാണ്. ജസ്റ്റ് അയാൾക്ക് ഓപ്പൺ ചെയ്തിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പിനകത്ത് വന്ന വളരെ ഉപകാരപ്രദമായ പഴയ 4ാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ മെസ്സേജ് അയക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മെസ്സേജിൽ നമ്മൾ എഴുതിയ കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ച് ഡിലീറ്റ് ചെയ്ത് വീണ്ടും അയക്കാറല്ലേ പതിവ്. എന്നാൽ നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് അക്ഷരത്തെറ്റ് വന്നാലും നമുക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്തണമെങ്കിലും ഒക്കെ ജസ്റ്റ് ആ മെസ്സേജ് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം ഇവിടെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് തിരുത്തേണ്ടത്, ഇപ്പോൾ 10 മണി എന്നുള്ളത് 9 മണിയാണ് ചെയ്യേണ്ടതെങ്കിൽ 9 മണി എന്ന് എഴുതാം. എന്നിട്ട് ശരി കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ അയച്ച മെസ്സേജ് മാറിയിട്ട്, അതായത് നാളെ രാവിലെ 9 മണിക്ക് പോകുന്നത് എന്നായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അയച്ച മെസ്സേജിൻ്റെ ടെക്സ്റ്റും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി വാട്സപ്പിനകത്ത് ഏറ്റവും പഴയതും വളരെയധികം ഉപകാരപ്രദവുമായ ഒരു ഫീച്ചർ പറഞ്ഞു തരാം. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പലരും നമ്മളെ ആഡ് ചെയ്യാറില്ലേ, അതിന് നമ്മുടെ അനുമതിയൊന്നും വാങ്ങാറില്ലല്ലോ. എന്നാൽ നമ്മുടെ അനുമതിയോട് കൂടി മാത്രം നമ്മളെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്തുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അനുമതി ഇല്ലാതെ മറ്റാർക്കും നമ്മളെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല.
അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളെ ഒരു വ്യക്തി പല ഗ്രൂപ്പുകളിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം ആഡ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നമുക്ക് വാട്സപ്പിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് ഇനി പറഞ്ഞു തരുന്നത്. അതിനായിട്ട് ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എവരിവൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി അത് എല്ലാവർക്കും നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷനിലാണ് ഉണ്ടാകുക. അതായത് എവരിവൺ എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് മൈ കോൺടാക്റ്റ് എന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ചില വ്യക്തികളാണ് നിങ്ങളെ അനാവശ്യ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മാത്രം നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ മാറ്റാൻ പറ്റും. അതിനായിട്ടാണ് മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ കോൺടാക്റ്റും കാണിക്കുന്നതാണ്. അതിൽ നിന്ന് ആർക്കൊക്കെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് തടയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. പിന്നീട് നിങ്ങൾ മാർക്ക് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, വാട്സപ്പിൻ്റെ ഈ പഴയ അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനൊരു തുടർച്ച വേണമെങ്കിൽ, അതായത് ഇതിനൊരു 2ാം ഭാഗം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പഴയ 5 അപ്ഡേറ്റുകളുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.